ഹായ് പീപ്പ്. സോ ഇന്ന് ലോങ് വീഡിയോ ആയിട്ടായിരുന്നു റോളാവുന്നത്. ഓക്കെ, ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഞാനൊരു സ്കൂളിൽ പോവാണ്. ആക്ച്വലി ഞാൻ പഠിച്ച സ്കൂളാണിത്. അവിടെ എൻ്റെ ചേച്ചീൻ്റെ മോൻ അവിടെയാണ് പഠിക്കുന്നത്. സോ ഇന്ന് അവൻ്റെ യൂത്ത് ഫെസ്റ്റിവലാണ്. അവൻ്റെ ഡാൻസ് ഉണ്ട്. അതായത് ഞാൻ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഡാൻസ് കളിച്ചത് അതേ സെയിം സ്റ്റേജ്. ആ സ്റ്റേജിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചേച്ചീൻ്റെ മോൻ ഡാൻസ് കളിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഷോർട്ട്സ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിങ്സ് ഒക്കെ കാണിച്ചത് സ്കൂളിൻ്റെ ബ്യൂട്ടിഫുൾ മെമ്മറീസും. അപ്പോൾ ഓക്കെ, നമുക്ക് സ്കൂളിലേക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഞാൻ വിചാരിച്ചു പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, 2-3 ആൾക്കാർ കയറിയിട്ടുണ്ടാവും, സിനിമാറ്റിക് ഡാൻസ് എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇല്ല ഗൈസ്, നമ്മൾ ലേറ്റ് ഒന്നും ആയിട്ടില്ല. സ്കൂളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു 50 മിനിറ്റ്സ് പഴയ ഓർമ്മകൾ വന്നു. പിന്നെ ഇവന് ഡ്രസ്സ് മാറ്റാൻ, അതിന് ഡ്രസ്സ് മാറ്റണം, പിന്നെ ജസ്റ്റ് ഒരു ടച്ചപ്പ്, ഒരു മേക്കപ്പ് ഇടണം. ആൻഡ് നമ്മുടെ മെയിൻ പരിപാടി ആദുവിന് മാത്രമേ ഉള്ളൂ ആക്ച്വലി, സിനിമാറ്റിക് ഡാൻസ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പഠിച്ച ക്ലാസ്സൊക്കെ പോയി നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ. ആക്ച്വലി ഞാൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ല, ഇതെല്ലാം ഇങ്ങനെ പറയാനേ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കാരണം ക്ലാസ്സിൻ്റെ പുറത്തായിരുന്നു എപ്പോഴും. ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ സ്റ്റേജ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കളിക്കാറ്. പിന്നെ ഇത് ഞങ്ങൾ പോയതിന് ശേഷവും അവിടെ ഫാൻസി ഡ്രസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിള്ളേരെല്ലാം എന്ത് ക്യൂട്ടാ അറിയോ, എല്ലാം കുഞ്ഞി പിള്ളേർ. അതുപോലെ ആദിച്ചു ബോറടിച്ച് ഇവൻ്റെ ചേട്ടൻ്റെ ഡാൻസ് ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പിള്ളേരൊക്കെ വേറെ ലെവലാ മക്കളെ. ഞാനിങ്ങനെ വിചാരിക്കുക, എൻ്റെ ഒന്നും പ്രായത്തിൽ എനിക്ക് ഈ സ്റ്റൈൽസും ഫോംസും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വെൽ ട്രെയിൻഡ്, ഭയങ്കരമായിട്ട് കളിക്കുന്നത്. എനിക്ക് ജഡ്ജസ് ആർക്ക് പ്രൈസ് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ജഡ്ജസ്. ഞാനാകെ ആദുവിൻ്റെ ഡാൻസാണ് മെയിനായിട്ട് എടുത്തത്. ബാക്കി എല്ലാവരും ഞാനിങ്ങനെ കണ്ടിരുന്നതാണ്. അതിൻ്റെ ബെസ്റ്റ് കളിച്ചിട്ടുണ്ട്. അതിന് പറ്റുന്ന പോലെ അതും അടിപൊളിയായിട്ട് കളിച്ചു. ഞാൻ അതിൻ്റെ ഒരു നമുക്ക് അടുത്ത കൊല്ലവും കളിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ സ്കൂളല്ലേ, അതുകൊണ്ട് സ്കൂളിൽ വന്നത് എല്ലാവരും അറിയിക്കണമല്ലോ. അതുകൊണ്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ആക്ച്വലി അവന് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ നിനക്കറിയണം, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു അവൻ്റെ ഡാൻസ് കാണാൻ. പക്ഷേ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് നമ്മൾ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് കോമ്പറ്റീഷൻ എന്നൊന്നുമല്ല. അവൻ്റെ ബെസ്റ്റ് അവൻ കൊടുത്തിട്ടുണ്ട്. സോ സൂപ്പറായിട്ട് അവൻ കളിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നല്ല നല്ല മെമ്മറീസ് പെട്ടെന്ന് ഞാൻ പണ്ടത്തെ ആൾക്കാരൊക്കെ കണ്ടു. കുറേ ടീച്ചേഴ്സ് മാറി ആക്ച്വലി. ഇപ്പോൾ കുറേ പുതിയ ടീച്ചേഴ്സാണുള്ളത്. പക്ഷേ എന്നാലും അറിയാവുന്ന 2-3 ആൾക്കാരെ കണ്ട് അവരുടെ ഹായ് എന്നല്ലേ അത് ചോദിച്ചു. ആൻഡ് ഇറ്റ് വാസ് നൈസ്. നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിച്ച സ്കൂളിൽ തിരിച്ചു പോകുമ്പം വെരി സ്പെഷ്യൽ അല്ലേ. അതും നമ്മളൊരു പാരൻ്റായിട്ടാണ് പോകുന്നത്. അത് ഇന്നും സ്പെഷ്യലാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.